ഷോ ദാറ്റ് ഇസഡ് ക്യൂബ് ഈസ് അനലിറ്റിക്. ഇസഡ് ക്യൂബ് അനലിറ്റിക് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അനലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കണമെങ്കിൽ നമ്മൾ യുവും വിയും കണ്ടുപിടിക്കണം. അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ കൊടുക്കുക, ഹോൾ ക്യൂബ് കാണാം. എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ ഫോർമുലയുടെ ആ ഇക്വേഷൻ ഐഡൻറ്റിറ്റി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെന്താണ്? എ പ്ലസ് ബി ഹോൾ ക്യൂബ് എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഇവിടെ എക്ക് പകരം എക്സും ബിക്ക് പകരം ഐ വൈയും ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ ഐ വൈ പ്ലസ് 3x ഐ വൈ സ്ക്വയർ പ്ലസ് ഐ വൈ ഹോൾ ക്യൂബ് വരും. ഇവിടെ ഐ സ്ക്വയർ വരുമ്പോൾ അതിന് -1ഉം ഐ ക്യൂബ് വരുമ്പോൾ -iയും കൊടുക്കുക. അത് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ഇല്ലാത്ത ടേം ഒരുമിച്ച് എഴുതാം. എക്സ് ക്യൂബ് -3y സ്ക്വയറും ഐ ഉള്ള ടേം ഒരുമിച്ച് എഴുതാം. 3x സ്ക്വയർ y -y ക്യൂബ്. ഇത് മനസ്സിലായില്ലേ? ഇവിടെ ഐ സ്ക്വയർ വരും, അപ്പോൾ അവിടെ -1 കൊടുക്കുക. ഇവിടെ ഐ ക്യൂബ് വരും, ഇവിടെ -i കൊടുത്തു. ഇനി ഇതിൽ ഇത് യു പ്ലസ് ഐ വി ഫോമാണ്. അതായത് റിയൽ പാർട്ടിനെ യു എന്നും കൊടുക്കുക, ഇമാജിനറി പാർട്ടിനെ വി എന്നും കൊടുക്കുക. എന്നിട്ട് ഇത് ഡോ യു ബൈ ഡോ എക്സ് ആദ്യം കാണാം. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിനെ മാത്രം ഇതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, വൈ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഡോ യു ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ആണ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 3യും y സ്ക്വയറും ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 3y സ്ക്വയർ അതേപോലെ തന്നെ എഴുതാം, ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. ഇനി ഡോ യു ബൈ ഡോ വൈ കൊടുക്കുമ്പം ഇവിടെ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എക്സ് ക്യൂബിൻ്റെ കൂടെ y ഇല്ല, അപ്പോൾ അത് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. അത് അതേപോലെ തന്നെ വരും, 0 ആയിട്ട് എഴുതാം. -3y സ്ക്വയർ ഇവിടെ ഡോ യു ബൈ ഡോ വൈ അല്ല നമ്മൾ എഴുതണത്. y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2y ആണ്. അപ്പോൾ -3 ഇൻറ്റു എക്സ് ഇൻറ്റു 2y എന്ന് പറയുമ്പോൾ -6y വരും. ഇനി വിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ വി ബൈ ഡോ എക്സ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ 3 ഇൻറ്റു 2x ഇൻറ്റു y എന്ന് പറയുമ്പോൾ 6xy. എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ y ക്യൂബ്, ഇതിൽ എക്സ് ഇല്ല, അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഡോ വി ബൈ ഡോ വൈ 3x സ്ക്വയർ വൈയുടെ ഡെറിവേറ്റീവ് 1. അപ്പോൾ 3x സ്ക്വയർ ഇൻറ്റു 1 വരും. y ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കാം. ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും ഈക്വൽ ആയിരിക്കണം, രണ്ടും ഈക്വലാണ്. പിന്നെ ഡോ വി ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും തമ്മിൽ ഒരു മൈനസിൻ്റെ വ്യത്യാസം വേണം, നെഗറ്റീവിൻ്റെ വ്യത്യാസം വേണം. ഇവിടെ 6xy ആണെങ്കിൽ ഇത് -6xy ആണ്. അപ്പോൾ ഇത് നോക്കുക, ഇത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെയർഫോർ എഫ് ഓഫ് ഇസഡ് ഈസ് അനലിറ്റിക്.